ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. 24,855 ക്ലോസ് ചെയ്തത്. 33 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്. ഇന്ന് പ്രധാനമായിട്ട് ന്യൂസ് ഉള്ളത് ഇന്ന് രാത്രി US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അമേരിക്ക എന്ന് വരുന്നുണ്ട്. അതിലുപരി ഇപ്പോൾ നടക്കുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ പിഴ ചുമത്തുമെന്ന് US പ്രസിഡൻറ്റിൻ്റെ മുന്നറിയിപ്പ് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നുവെന്നാണ് പറയുന്നത്. ഇത് കാരണം നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് നോക്കി അറിയേണ്ടതായിരിക്കുന്നു. നിഫ്റ്റി ബാങ്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 56,150 ക്ലോസ് ചെയ്തു. 71 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 42 പോയിൻറ്റ്സ് കുറഞ്ഞ് 57,942 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 94 പോയിൻറ്റ്സ് കുറഞ്ഞ് 18,156 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.20 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഇന്ന് 148 പോയിൻറ്റ്സ് ഉയർന്ന് 81,486 ക്ലോസ് ചെയ്തു. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്നും 1,829 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FI ഇന്നും സെല്ലിങ്ങിലാണ്. 850 കോടി രൂപയുടെ നെറ്റ് സെല്ലായിരുന്നു ഇന്ന് FI നടത്തിയത്. താരതമ്യേന സെല്ലിൽ കുറവ് വന്നിട്ടുണ്ട്. സെക്ടർ വൈസ് നോക്കിയാൽ തന്നെയും ഇന്ന് മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 23,745 ക്ലോസ് ചെയ്തപ്പോൾ 142 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 11 പോയിൻറ്റ്സ് കുറഞ്ഞ് ഗെയിൻ ഉണ്ടായി. 35,422 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2 പോയിൻറ്റ്സ് ഉയർന്ന് 26,703 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,020 ക്ലോസ് ചെയ്യുമ്പോൾ 129 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇന്ന് 7 പോയിൻറ്റ്സ് കുറഞ്ഞ് 15,040 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 45 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി. 9151 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 108 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,481 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 12 പോയിൻറ്റ്സ് കുറഞ്ഞ് 1624 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ ഇന്ന് 9399 ക്ലോസ് ചെയ്തപ്പോൾ 9 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 13 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 11,431 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 1 പോയിൻറ്റ്സിൻ്റെ ഗെയിനെന്ന് കാണാൻ സാധിച്ചത്. 23,073 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 45 പോയിൻറ്റ്സ് കുറഞ്ഞ് 6907 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 917 ക്ലോസ് ചെയ്തപ്പോൾ 8 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,556 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,299 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ L&T ഇന്ന് 4.68% റാലി നടത്തി. സൺഫാർമ 1.51% റാലി നടത്തി. ടാറ്റ കൺസ്യൂമർ 1.36%, NTPC 1.11%, മാരുതി 0.95%, SBI ലൈഫ് 0.91%, ആക്സിസ് ബാങ്ക് 0.87%, ട്രെൻഡ് 0.83%, M&M 0.80% ആൻഡ് ടെക്കം 0.67% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് 3.52% ഫോളോ നടത്തി. ഹീറോ മോട്ടോകപ്പ് 1.95% ഫോളോ കണ്ടു. പവർ ഗ്രിഡ് 1.06%, ബജാജ് ഓട്ടോ 1%, സിപ്ല 1%, കോൾ ഇന്ത്യ 0.94%, അദാനി എൻ്റർപ്രൈസ് 0.82%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.80%, ഇറ്റേണൽ 0.78% ആൻഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.77% ഫോളാണ് കണ്ടത്. ഇത് ബയേഴ്സ് സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ 24,951 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,855 നിൽക്കുമ്പോൾ 0.39% ലോസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് 24,855 നിൽക്കുമ്പോൾ 4.68% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,680 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,821 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 24,855 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച 0.45% ലോസാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സിന് നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.